ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കംസവധമാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതിനു മുമ്പ് തന്നെ, അവതാരത്തിന് മുന്നോടിയായിട്ട് തന്നെ ഉണ്ടായ ആകാശവാണിയാണ് ഭഗവാൻ അവതരിക്കുന്നത് തന്നെ കംസവധത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീല തന്നെയാണ് കംസവധം. അതുകൊണ്ട് തന്നെ കംസവധം കേട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എങ്കിലും ഭഗവാന്റെ കൂടെ ഈ ഒരു ലീലയിൽ സഞ്ചരിക്കുമ്പോൾ, അതിന് ഭാഗ്യം ലഭിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്രയോ പുണ്യം ചെയ്തവരാണ് എന്നുള്ളത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. അങ്ങനെ നേരം പുലർന്നു. കുംഭമാസത്തിലെ മഹാശിവരാത്രി എന്ന പുണ്യദിനമായിരുന്നു അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അനവധി ദുർനിമിത്തങ്ങൾ കംസൻ കാണുകയുണ്ടായി. ഏതുവിധവും ഇന്ന് കൃഷ്ണനെ വധിക്കണം എന്നുള്ള ദൃഢമായ നിശ്ചയത്തോടു കൂടി കംസൻ മല്ലന്മാരെ വിളിച്ചു. വളരെയധികം ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന് ഏർപ്പാട് ചെയ്തു. അതിനുശേഷം കംസൻ കുവലയാ പീഠം എന്ന ആ ഗജത്തിനൊരു പ്രത്യേകതയുണ്ട്. മദയാനയാണ്. ആ മദയാനയുടെ പാലകനെ വിളിക്കുകയാണ്. എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നു. കൃഷ്ണൻ മന്മഥപ്രിയനാണ്, എന്നാൽ ശിവനോ മന്മഥ വൈരിയുമാണ്. അല്ലേ? മന്മഥൻ ആരാണ്? കാമദേവനാണ്. അതുകൊണ്ട് തന്നെ കാമവൈരിയുടെ ഈ പുണ്യദിനത്തിൽ കാമദേവന്റെ ബന്ധു, കാമദേവനോട് വളരെയധികം പ്രിയമുള്ള കൃഷ്ണൻ മരിക്കണമെന്ന് ആര് തീരുമാനിക്കുന്നു? കംസൻ തീരുമാനിക്കുന്നു. അതിന് കാരണം അന്ന് ശിവരാത്രിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കരുതിയിട്ട് കംസൻ രാവിലെ തന്നെ യാഗകർമ്മങ്ങൾ ആരംഭിക്കുവാൻ ആജ്ഞാപിക്കുന്നു. പെട്ടെന്ന് തന്നെ വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങുന്നു. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും യഥായോഗ്യം മഞ്ചങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും മുൻനിരയിലുള്ള മഞ്ചങ്ങളിൽ ഇരിക്കുന്നു. അക്രൂരൻ തുടങ്ങിയ പ്രമാണികളും യഥാസ്ഥാനങ്ങളിൽ തന്നെ വന്ന് ഇരിക്കുകയാണ്. സ്ത്രീകൾ മനോഹരങ്ങളായ ഹർമ്മ്യ നിലയങ്ങളുടെ മട്ടുപ്പാവുകളിലും വന്ന് നിരന്നു നിൽക്കുന്നു. മധുരാപുരിയിലെ ജനങ്ങൾ യാഗശാലയിൽ നിരന്നു നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരാലും ആ യാഗശാല ജനനിബിഡമായി തീർന്നു. അതിനുശേഷം എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ രാജകൊട്ടാരത്തിൻ്റെ മണിമാളികയുടെ മട്ടുപ്പാവിൽ എല്ലാ വിധത്തിലുള്ള രാജകീയ ഉപചാരങ്ങളോടും കൂടി കംസൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. കംസപിതാവായ ഉഗ്രസേനൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ദേവകൻ, വസുദേവന്റെ പിതാവായ ശൂരസേനൻ, ഭക്തോത്തമനായ ഉദ്ധവർ തുടങ്ങിയവരാരും തന്നെ ആ സദസ്സിൽ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അതിൻ്റെ കാരണം കംസൻ ധരിച്ചിരുന്നു ഇവരൊക്കെ തൻ്റെ ശത്രുക്കളാണ് എന്ന്. കാരണം പലപ്പോഴും കംസൻ്റെ പല പ്രവർത്തികളെയും ഇവർ എതിർത്തിരുന്നു എന്നുള്ളതാണ് കംസന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാൻ കാരണം. അങ്ങനെ മല്ലയുദ്ധത്തിന് സമയമാകുന്നു. മേളവാദ്യങ്ങളും ജയഘോഷങ്ങളും ആർപ്പുവിളികളും മുഴങ്ങുകയാണ്. ബലശാലികളും ഭീമാകാരന്മാരുമായ മുഷ്ടികൻ, ചാണൂരൻ, കുടൻ, അതുപോലെ തന്നെ ശലൻ, തോശലൻ തുടങ്ങിയ 5 വീരന്മാരാണ് ഉടുത്തൊരുങ്ങി മല്ലയുദ്ധത്തിനായി അവിടെ എത്തിച്ചേർന്നത്. അവർ ആദ്യം തന്നെ കംസനെ വന്ദിക്കുകയാണ്. അങ്ങനെ
ഈ ആരവങ്ങളെല്ലാം കേട്ടിട്ട് കൃഷ്ണനും രാമനും 4-5 ബാലന്മാരോടും കൂടി മല്ലയുദ്ധം കാണുവാനായിട്ട് പുറപ്പെടുന്നു. യജ്ഞശാലയുടെ പുറത്തു വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത്, അതായത് യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ വഴിമധ്യേ ഒരു മദയാന നിൽക്കുന്നത് രാമനും കൃഷ്ണനും കാണുന്നു. അങ്ങനെ ഈ മദയാന ആ വഴിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് മാധവൻ ആ ആനക്കാരനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആനക്കാര, ആനയെ വഴിയിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തൂ, ഞങ്ങളൊന്ന് അകത്തേക്ക് കടക്കട്ടെ, മല്ലയുദ്ധം കാണാൻ പോവുകയാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. തേടിയ വള്ളി അതാ കാലിൽ ചുറ്റിയിരിക്കുന്നു എന്ന് പാപ്പാൻ തീരുമാനിക്കുകയും കൃഷ്ണനെ കുത്തിക്കൊല്ലുവാനായി അവൻ ഉടനെ തന്നെ ആനയെ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ആ ആന മസ്തകവും കുലുക്കി അലറിക്കൊണ്ട് കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞു വന്നു. ആന മതിച്ചു പായുന്നത് കണ്ട് ആളുകൾ ഭയപ്പെട്ട് 4 ഭാഗത്തേക്കും ഓടി. ആ മദയാന മുമ്പോട്ടടുത്ത് കൃഷ്ണനെ കടന്നു പിടിച്ചു. തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ മദയാനയുടെ മസ്തകത്തിന്മേൽ ചാടി ഒരടി കൊടുത്തിട്ട് കാലുകളുടെ ഇടയിൽ കൂടി നൂണ്ടു ചെന്ന് കാർവർണൻ അവൻ്റെ വാലിൽ കടന്നു പിടിച്ച് പുറകോട്ട് വലിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഭഗവാൻ ആ മദയാനയുടെ വാലിൽ പിടിച്ചു പുറകോട്ട് വലിക്കുന്നത്. ക്രുദ്ധനായി ആന അലറിക്കൊണ്ട് ആനന്ദമൂർത്തിയെ തട്ടി നിലത്തിട്ട് കൊമ്പുകൾ കൊണ്ട് കുത്തുവാൻ തുടങ്ങി. കുത്തു ശരീരത്തിൽ കൊള്ളാതെ ഭഗവാൻ ഉരുണ്ടുരുണ്ട് മാറിക്കൊണ്ടിരുന്നു. ആകെ ബഹളമായി. ഉടനെ ഭഗവാൻ എഴുന്നേൽക്കുകയും കേശാദിപാദം വിറച്ച് ഹസ്തം കൊണ്ട് ഹസ്തീന്ദ്രന്റെ മസ്തകത്തിൽ തുരുതുരെ ഉഗ്രമായി ഇടിക്കുകയും ചെയ്തു. കരിമുകിൽ വർണ്ണന്റെ ഇടിയേറ്റ് ആന തളർന്നു വീണു. പണ്ടങ്ങൾ കലങ്ങി മലമൂത്രങ്ങൾ വിസർജിച്ച് ആ ആന താഴെ വീഴുകയാണ്. ആ സമയം ആനയുടെ തുമ്പിക്കൈ പിടിച്ചു താഴ്ത്തി ഭൂമിയിൽ കുമ്പിടിവിക്കുകയാണ് കൃഷ്ണൻ. അവൻ്റെ കൊമ്പുകൾ രണ്ടും പീതാംബരൻ ചവിട്ടിപ്പറിച്ചെടുത്തു. അതോടുകൂടി കൊലകൊമ്പനായ കുവലയാപീഠം കാലപുരിയെ പ്രാപിക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ ആ കുവലയാപീഠം എന്ന മദയാനയുടെ പാപ്പാനെയും വധിക്കുന്നു. അതിനുശേഷം ജ്യേഷ്ഠനും അനുജനും ഓരോ കൊമ്പുകളുമെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് കൂട്ടുകാരോടും കൂടി നേരെ മല്ലയുദ്ധം നടക്കുന്ന ആ യജ്ഞശാലയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. ഹരേ കൃഷ്ണ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാഴ്ച ഇങ്ങനെ വരണം. അതാ യജ്ഞശാല, കാണികളെല്ലാം നിരന്നിരിക്കുന്നു. കൃഷ്ണൻ്റെ ഒരു തോളിൽ ഒരു ആനക്കൊമ്പ്, രാമൻ്റെ ഒരു തോളിൽ മറ്റൊരാനക്കൊമ്പ്, എന്നിട്ട് കൂടെ വന്ന ആ കൂട്ടുകാരും ഒരുമിച്ച് കൃഷ്ണനും രാമനും ആ ആനക്കൊമ്പും തോളിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും ആ യജ്ഞശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൃഷ്ണനും രാമനും ആ യാഗശാലയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവിടെ അവർ ആരെയാണ് കാണുന്നത്? മല്ലന്മാരെ കാണുന്നു. ഈ മല്ലന്മാര് രാമനെയും കൃഷ്ണനെയും കണ്ട സമയം തന്നെ അവരുടെ മനസ്സിലേക്ക് അറിയാതെ ഒരു ഭയം ഉണ്ടായി. അറിഞ്ഞു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരുടെ പുത്രനാണ് ആ കൊച്ച് ഉണ്ണികൃഷ്ണൻ. ദേവകീദേവി പെറ്റ 8ാമത്തെ പുത്രനാണ്. എന്ത് സൗന്ദര്യമാണെന്ന് നോക്കൂ. ആ പീലി തിരുമുടിയും കായാമ്പൂ നിറവും മഞ്ഞപ്പട്ടും എന്തൊരു ഭംഗിയാണ്. പാവം ഇതുവരെയും കംസനെ പേടിച്ച് ഗോകുലത്തിൽ നന്ദഗോപരുടെ മകനായി വളരുകയായിരുന്നു. കഷ്ടിച്ചു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉണ്ണിയാണിത്. കണ്ടില്ലേ അവൻ്റെ ചുണയും സാമർഥ്യവും. പൂതന
തൃണാവർത്തൻ, ശകടൻ, അഘൻ, ധേനുകൻ, ബഗൻ തുടങ്ങിയ കംസന്റെ സേവകന്മാരെ കൊന്നത് കണ്ടില്ലേ? നമ്മുടെ യാദവ വംശത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്കിങ്ങനെ ഒരു പുണ്യസന്തതി ഉണ്ടായി. ഇന്ന് ഈ മല്ലന്മാരെയും കംസനെയുമെല്ലാം നമ്മുടെ കുഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യും, സംശയമില്ല. കണ്ടോളൂ, ഇന്ന് ചാപയാഗ മഹോത്സവവും ശിവരാത്രി ഉത്സവവും ഒന്നുമല്ല നടക്കാൻ പോകുന്നത്, നമ്മുടെ യദുവംശത്തിൻ്റെ മഹോത്സവമാണ് എന്ന് അവിടെ കൂടിയിരുന്ന യാദവന്മാർ പരസ്പരം പറയുകയാണ്. കൃഷ്ണനെ കാണാത്തവർ കണ്ട് ആനന്ദിച്ചു. അപ്പോൾ കംസന്റെ ദൂതൻ വന്ന് അറിയിച്ചതനുസരിച്ചിട്ട് മല്ലന്മാർ രാമകൃഷ്ണന്മാരെ യുദ്ധത്തിന് ക്ഷണിച്ചു. രാമനുമായി മുഷ്ടികനും കൃഷ്ണനുമായി ചാണൂരനുമാണ് മല്ലയുദ്ധം തുടങ്ങിയത്. രണ്ട് മല്ലന്മാരെയും രാമനും കൃഷ്ണനും നിഷ്പ്രയാസം വധിച്ചു. അതിനുശേഷം ബാക്കിയുള്ള മല്ലന്മാരും കൃഷ്ണനോടും രാമനോടും യുദ്ധം ചെയ്യാനായിട്ട് വന്നു. നിഷ്പ്രയാസം തന്നെ എല്ലാ മല്ലന്മാരെയും രാമനും കൃഷ്ണനും കൊന്നുകളയുകയും ചെയ്തു. അതിൽ തോശലൻ എന്ന മല്ലനെ കൃഷ്ണൻ രണ്ടായി വലിച്ചു കീറി ദൂരത്തേക്ക് എറിയുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ മല്ലന്മാരും കൃഷ്ണൻ്റെയും രാമൻ്റെയും ഇടിയേറ്റ് മരണപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്ന മല്ലന്മാർ പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തു. മല്ലന്മാരുടെ മരണവും ജനങ്ങളുടെ അട്ടഹാസവും കേട്ട് കംസൻ എല്ലാ മേളവാദ്യങ്ങളും അവസാനിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം മന്ത്രിമാരെ വിളിച്ച് കൽപ്പിക്കുകയാണ്, നമ്മുടെ സൈന്യം ഉടനെ തന്നെ ഇവിടെ നിരക്കട്ടെ. ആ രാമനെയും കൃഷ്ണനെയും ഇവിടെ നിന്നും ഓടിപ്പോകുവാൻ അനുവദിക്കാതെ അവരെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് പൂട്ടുക. കൊല്ലാൻ സാധിക്കുമെങ്കിൽ കൊന്നുകളയുക. അവരെ വധിക്കുന്നവർക്ക് നാം പ്രത്യേകം സമ്മാനം നൽകുന്നതായിരിക്കും. ഗോകുലത്തിലുള്ള സർവ്വസ്വത്തുക്കളും ഉടൻ തന്നെ കണ്ടുകെട്ടി രാജഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. ആ ഗോകുലത്തിലുള്ള സകലമാന ഗോപാലന്മാരെയും ഒന്നടങ്കം ആട്ടി ഓടിച്ചു കൊള്ളുക. നന്ദഗോപൻ എന്ന ചണ്ടാളനെയും അവൻ്റെ കൂടെ വന്ന ഗോപാലന്മാരെയും ഉടൻ തന്നെ ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദുർബുദ്ധിയായ വസുദേവൻ്റെ തല അറുത്ത് നമ്മുടെ മുമ്പിൽ ഉടൻ തന്നെ ഹാജരാക്കുക. പിതാവാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഉഗ്രസേനനെ ഈ നിമിഷം തന്നെ കാളിന്തിയിൽ കെട്ടിത്താഴ്ത്തുക. അവൻ നമ്മുടെ പിതാവല്ല, ശത്രുവാണ്. ഇനിയൊട്ടും താമസിക്കേണ്ട, ഇത് രാജകൽപ്പനയാണ്, നടക്കട്ടെ എന്ന് കംസൻ ആജ്ഞാപിക്കുകയാണ്. കംസന്റെ അഹങ്കാരത്തോടു കൂടിയ ഈ കൽപ്പന ഉച്ചത്തിൽ മുഴങ്ങി. ഇത് രാമനും കൃഷ്ണനും കേൾക്കുന്നു. കൃഷ്ണൻ കോപത്തോടു കൂടി താഴെ നിന്നും മാളികയുടെ മുകളിലേക്ക് അതിവേഗം ചാടിക്കയറുന്നു. പക്ഷീന്ദ്രൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറക്കുന്നത് പോലെ കണ്ണനെ കണ്ട് കംസൻ മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സമീപത്തിരുന്ന വാളെടുത്ത് കണ്ണനെ വെട്ടാനായി ഓങ്ങുന്നു. ആ സമയം ജഗന്മയൻ പെട്ടെന്ന് തന്നെ ആ വാള് തട്ടിത്തെറിപ്പിക്കുന്നു. അതിനുശേഷം കംസന്റെ തലമുടി കൂട്ടിപ്പിടിച്ച് വലിച്ചിഴച്ച് ശക്തിയോടുകൂടി തള്ളി താഴത്തേക്ക് ഇടുന്നു. കംസൻ അവിടെ നിന്നും പിടഞ്ഞ് എഴുന്നേൽക്കുന്നതിനു മുമ്പ് തന്നെ കൃഷ്ണൻ അവൻ്റെ മാറിൽ ചാടി വീണ് ആ നെഞ്ചിൽ ഇരുന്നു കൊണ്ട് ആ ദുഷ്ടൻ്റെ കഴുത്തു കുത്തിപ്പിടിച്ചു ഞെക്കി ശ്വാസം മുട്ടിക്കുന്നു. അപ്പോഴേക്കും കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പാദങ്ങളിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഉലച്ച് വലിച്ച് ഇഴയ്ക്കുന്നു. അങ്ങനെ
കൃഷ്ണൻ്റെ കയ്യാൽ കംസന് മരണം സംഭവിക്കുന്നു. അതോടുകൂടി കംസന് മോക്ഷം സിദ്ധിക്കുകയാണ്. മഹാഭാഗ്യവാനാണ് കംസൻ. കാരണം പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ മാറിൽ കണ്ടുകൊണ്ടാണ് കംസൻ അവസാനത്തെ പ്രാണവായു വലിച്ചത്. അതും അവൻ്റെ സൽഗതിക്ക് ഒരു കാരണമായി തീർന്നു. മറ്റൊരു കാരണവുമുണ്ട്. കാരണം ഭയം കൊണ്ടായാലും ദേഷ്യം കൊണ്ടായാലും കംസൻ എപ്പോഴും കൃഷ്ണനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഭക്തി കൊണ്ട് മാത്രമല്ല ഒരുവൻ കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നത്, ഇങ്ങനെയും ചിന്തിക്കാം. അങ്ങനെ എപ്പോഴും ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുന്നവർക്ക് സായുജ്യം ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇവിടെ കംസന് സായുജ്യം ലഭിച്ചത്. അങ്ങനെ കംസൻ വധിക്കപ്പെട്ടതറിഞ്ഞിട്ട് അവൻ്റെ അനുജന്മാർ കോപത്തോടുകൂടി വൈരാഗ്യത്തോടുകൂടി ശത്രുവിനെ വധിക്കുന്നതിനായി ആയുധങ്ങളുമേന്തി അവിടേക്ക് ഓടി വന്നു. കംസന്റെ അനുജന്മാരായ 8 പേരെയും നിമിഷനേരം കൊണ്ട് ബലരാമൻ കൊല്ലുകയാണ്. ബാക്കിയുള്ളവർ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തു. കംസനും സഹോദരന്മാരുമൊക്കെ മരിച്ചതറിഞ്ഞിട്ട് അന്തഃപുരത്തിലാകെ ബഹളമായി. സ്ത്രീകളെല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു. കൃഷ്ണൻ അവരെ എല്ലാം ആശ്വസിപ്പിച്ചു. അതിനുശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ കാണുന്നതിനായി അങ്ങോട്ടേക്ക് പോകുന്നു. ആ കാരാഗ്രഹത്തിൽ കണ്ട കാഴ്ച കൃഷ്ണന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ അമ്മ, തൻ്റെ അച്ഛൻ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. അവതാര പുരുഷനാണെങ്കിലും ആ കാഴ്ച കണ്ട് കൃഷ്ണൻ കരയുകയാണ്. എൻ്റെ അമ്മ 9.5 വർഷത്തിനു മുമ്പ് ഒരു ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ പാതിരാത്രിയിൽ ഈ കാരാഗ്രഹത്തിൽ വെച്ച് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, 2 പേരും ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അന്നും കാരാഗ്രഹത്തിൽ, ഇന്നും കാരാഗ്രഹത്തിൽ. ജനിച്ചതിനു ശേഷം എൻ്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു തുള്ളി മുലപ്പാല് പോലും എനിക്ക് തന്ന് ലാളിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ആ പാപിയായ കംസൻ, അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവന് മോക്ഷം കൊടുക്കുവാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്നെ എപ്പോഴും സ്മരിച്ചതുകൊണ്ട്, അങ്ങനെ മരിച്ചതുകൊണ്ട് അവനത് കിട്ടിയിരിക്കുന്നു എന്ന് കൃഷ്ണൻ തൻ്റെ അവതാര രഹസ്യത്തെ മറന്ന് മനുഷ്യഭാവത്തിൽ ഭാവന ചെയ്തുകൊണ്ട് രാമനോട് പറയുന്നു. എന്നിട്ട് വീണ്ടും രാമനോട് പറയുകയാണ്, ജ്യേഷ്ഠ, ആ കിടക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. നാം മൂലമാണ് അവർ ഈ ദുഃഖം അനുഭവിക്കുന്നത്. അച്ഛൻ എന്ന് അമ്മയെ വിവാഹം കഴിച്ചുവോ അന്ന് തുടങ്ങി ഈ ബുദ്ധിമുട്ടുകൾ. ഇനിയും അവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ധർമ്മമല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം കൃഷ്ണനും രാമനും കൂടിച്ചേർന്ന് അവരെ മോചിപ്പിക്കുന്നു. എൻ്റെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ദേവകിയെ ഗാഢമായി ആലിംഗനം ചെയ്യുന്നു. അതിനുശേഷം അച്ഛനെ നമസ്കരിക്കുന്നു. രാമനും അമ്മയെ ആലിംഗനം ചെയ്തതിനു ശേഷം അച്ഛനെ നമസ്കരിക്കുന്നു. വസുദേവർക്കും ദേവകിക്കും പ്രായമായിരിക്കുന്നു. ദേവകി 2 മക്കളെയും തൻ്റെ മടിയിൽ ഇരുത്തി അവരുടെ ശരീരം മുഴുവനും തഴുകി ആനന്ദിക്കുന്നു. അങ്ങനെ ആദ്യമായി അച്ഛൻ്റെയും അമ്മയുടെയും ലാളന ഈ 2 കുഞ്ഞുങ്ങളും ഏറ്റുവാങ്ങുകയാണ്. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അറിയില്ല, എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അതിനുശേഷം കൃഷ്ണൻ കംസന്റെ പിതാവായ ഉഗ്രസേനനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും അതിനുശേഷം കംസന്റെ സംസ്കാരക്രിയകൾ ഉഗ്രസേനന്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യിക്കുകയും ചെയ്തു. മധുരാപുരിയുടെ രാജാവ് ഉഗ്രസേനനായിരുന്നു. ഉഗ്രസേനനെ കാരാഗ്രഹത്തിലിട്ട് അടച്ചതിനു ശേഷം മകനായ കംസൻ അധികാരം കൈയടക്കുകയായിരുന്നു. ഇപ്പോൾ കംസൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ആചാരവിധി പ്രകാരം ഉഗ്രസേനനെ തന്നെ മധുരാപുരിയുടെ മഹാരാജാവായി അഭിഷേകം ചെയ്യിപ്പിച്ചു. അതിനുശേഷം കംസന്റെ ദുഷ്ടന്മാരായ മന്ത്രിമാരും അന്തേവാസികളുമായിരുന്ന മറ്റ് അനുചരന്മാരുമൊക്കെ തന്നെ കൃഷ്ണനെ ഭയപ്പെട്ട് ആ നാട്ടിൽ നിന്ന് ഓടി എവിടേക്ക് പോകുന്നു? മഗധ രാജ്യത്ത് പോയി താമസിക്കുകയും ചെയ്തു. മഗധയുടെ രാജാവ് ആരാണ്? ജരാസന്ധനാണ്. ജരാസന്ധൻ കൃഷ്ണന്റെ ശത്രുവാണ്. ബാക്കിയുള്ള മന്ത്രിമാരും സേനാപതികളും ഉദ്ധവർ, സാത്യകി, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമാണികളും എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. അവരോടെല്ലാവരോടും ഭഗവാൻ അരുളി ചെയ്യുകയാണ്, ഇന്നു മുതൽ നമ്മുടെ രാജാവ് ഉഗ്രസേനനാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. കംസൻ ആചരിച്ചതുപോലെയുള്ള യാതൊരു വിധത്തിലുള്ള അധർമ്മങ്ങളും ഇനി ഈ നാട്ടിൽ ഇനി മേലാൽ നടക്കുവാൻ പാടുള്ളതല്ല എന്ന് കൃഷ്ണൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അതിനുശേഷം കൃഷ്ണൻ വീണ്ടും അമ്മയെ കാണാനായിട്ട് പോകുന്നു. അമ്മയുടെ അരികിൽ ഇരുന്നു കൊണ്ട് എല്ലാ വിധത്തിലുള്ള വാത്സല്യങ്ങളും കൃഷ്ണൻ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും മകനുമായുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് പിന്നീട് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഹരേ കൃഷ്ണ. ഈ സമയം നന്ദഗോപരുടെ അവസ്ഥ എന്താണ്? അതാണ് നാളത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കുക. നന്ദഗോപരുടെ ആ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അതിനായി കാത്തിരിക്കണം. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. ഇന്നത്തെ ഈ കംസവധം 2 or 3 തവണ നിങ്ങൾ കേട്ടിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നതായി, ഒന്നുകിൽ ഒരു ഗോപാലനായിട്ടോ അല്ലെങ്കിൽ ദേവകീ ദേവിയായിട്ടോ ആരെങ്കിലുമായിട്ട്, ഒരു കാഴ്ചക്കാരനായിട്ട് പോലും, ഒരു കാവൽക്കാരനായിട്ട് പോലും, ഒരു പക്ഷിയായിട്ട് പോലും അവിടെ എവിടെയെങ്കിലും നിന്ന് നിങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ണു നിറഞ്ഞ് കാണുന്നുണ്ട് എന്ന രീതിയിൽ സങ്കല്പിക്കണം. നിങ്ങളുടെ മനസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകണം. ഭഗവാന്റെയും ദേവകീ ദേവിയുടെയും മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങൾ, സന്തോഷങ്ങൾ, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരണം. അങ്ങനെ കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെ നിന്നുകൊണ്ട് ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ ആ മദയാനയെ അടിച്ചു കൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആനയുടെ കൊമ്പുമെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നു വരുന്ന രാമകൃഷ്ണന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കംസന്റെ നെഞ്ചിൽ കയറിയിരുന്ന് കംസനെ കൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയോ ജന്മം പുണ്യം ചെയ്തിരിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതുക. ഹരേ കൃഷ്ണ. ഇന്നത്തെ ചോദ്യം, ഏതു ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചത്? എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഹരേ കൃഷ്ണ.